ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, കുറെ കൊല്ലം പിന്നിലേക്ക്. പൃഥ്വിരാജിനോടൊരു അഭിമുഖത്തിൽ ഒരു അവതാരകൻ ചോദിച്ചു, ബാഹുബലി, KGF പോലുള്ള സിനിമകളൊന്നും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു, 100% ഗ്യാരണ്ടി സർ ഉണ്ടാവും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. 100% നമ്മുടെ ബാഹുബലിയും KGF ഒക്കെ വരും. We will get there. കാണും ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. സദാനന്ദം പറയണേലും കൊറേ സത്യമുണ്ട് സുമേ. എന്റെ അനുഭവത്തിൽ അവൻ പറഞ്ഞൊന്നും ഇന്ന് വരെ പഴിച്ചിട്ടില്ല. 100% ഉറപ്പാണ് അത്തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമയിൽ വരിക തന്നെ ചെയ്യും. നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല. ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഫണ്ട് വരും. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ വന്നു, കഥ മൊത്തത്തിൽ മാറി. இல்ல ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ആക്ഷൻ സീൻസ് എടുത്തു വെച്ചിട്ടുണ്ടടാ ഈ പടത്തിൽ. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഗുഡ് ഷോട്ട്. அவர் ஸ்கிரீன்ல அந்த வரிகளை பார்க்கும்போது அப்படி இருந்துட்டு இருக்கும்ல, அந்த ஒரு 4 வரி. அடிக்கிற அடியில் அட தவுளும் கிழிஞ்சு தொங்கட்டும், அடிச்சது யாரு வெறும் சத்தம் கேட்டு சொல்லட்டும். ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഈ തിരിച്ചുവരവിനൊരു തിരിച്ചുപോക്കുണ്ടാവരുത്. There is no going back from this comeback. ഞാൻ വന്നപ്പോ മുതലുള്ള ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്ക. ഇനി ഇവിടെ ഞാൻ മതി. അത് മതി. ഞങ്ങൾ ഒന്നുകൂടെ. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക. പണി ഞാൻ തരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. सिनेमा एंगेंड एक नंबर था भाई. एनिमल को फेल कर दिया भाई. कंपैरिजन करें एनिमल से तो इट्स बेटर. ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. बहुत मजा आया. बोले सेकंड पार्ट के लिए तो और इंटरेस्ट बढ़ गया. सेकंड पार्ट के लिए इंटरेस्ट बढ़ गया. सॉलिड. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിൽക്കണേ. बहुत बढ़िया एक नंबर मूवी, फुल ऑफ एक्शन. ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. भाई क्या है ये, इतना एक्शन, किल एनिमल कुछ नहीं है इसके सामने. इसमें जो ब्लड शैटरिंग दिखाया है, नेक्स्ट लेवल. എന്താടാ എല്ലാത്തിനും തൊണ്ടയടഞ്ഞോ? सॉफ्ट हार्डवुड के लिए नहीं है स्पेशल. तो मैं बोलना चाहूंगा इंटरवल के बाद. എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെയല്ലേ ചോര ഒഴുകണത്. सॉफ्ट हार्ट वालों के लिए तो मूवी है ही नहीं. आप डर जाओगे, आपकी आंखें बंद होगी, आपकी उल्टी भी आ सकती है. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. ப்ரோ பயங்கரமா இருந்துச்சு ப்ரோ படம். செகண்ட் ஹாஃப்ல கை கால உதறிடுச்சு. முழுசா வைலன்ஸ் தான். வைலன்ஸ் ரொம்ப அதிகமா வந்திருக்கு. சும்மா ஒட்டு கிளியும் கிழிச்சிட்டாரு. చిన్నపిల్లలు అండ్ ఎవరికైతే ఎక్కువ బ్రూటాలిటీ ఇవన్నీ నచ్చవో వాళ్ళు మాత్రం కొంత దూరం ఉండండి. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ഇങ്ങനെ പോയാൽ അയാൾ കയറി അങ്ങ് വാങ്ങി. വന്നവന്റെ വലിപ്പം പറഞ്ഞ് സമയം കളയണ്ട. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനേക്കാൾ കൂടുതൽ യൂത്താണ് തിയേറ്ററുകൾ നിറയ്ക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ കാര്യമായി നൽകിയാൽ അവരത് അത്തരത്തിൽ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും വിജയിക്കും. അതിവിടെ പലരും കാണണം. എല്ലാരും നിലത്ത് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബാഹുബലിയും KGF ഒക്കെ വരും. We will get there. ജോബി,
ഞാൻ ഇച്ചിരി വില പിടിച്ചോട്ടെ. പിന്നെ അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും, ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. മാർഗോ പോലത്തെ സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ വാവ് സൂപ്പർ. ചക്രപാണിയുടെ ചക്രായുധങ്ങൾ ചലിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചലിച്ചോട്ടെ, ചലിച്ചോട്ടെ, നല്ല സ്പീഡിൽ ചലിച്ചോട്ടെ. Just wait and see.